ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കോട്ടയം കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. ബീഫ് റോസ്റ്റ് കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെ ബീഫ് ഇതുപോലെ നല്ല മുരിഞ്ഞു വരുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. സ്പെഷ്യൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. വീഡിയോ ഫുൾ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. റെസിപ്പിയിലോട്ട് കിടക്കാം. ബീഫ് കട്ട് ചെയ്തത് 2 കിലോ, തേങ്ങാക്കൊത്ത് 1 കപ്പ്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, സവോള 3 വലുത്, ചെറുതാണെങ്കിൽ 6 എണ്ണം വേണം, ഇഞ്ചി 1 മീഡിയം സൈസ്, വെളുത്തുള്ളി 10 അല്ലി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് അരച്ചെടുക്കണം. കുഞ്ഞുള്ളി കട്ട് ചെയ്യുക. സവോള 3 എണ്ണം നീളത്തിൽ അരിഞ്ഞ് എടുക്കുക. ഒരു വലിയ പാനിൽ 3/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. നിങ്ങൾക്ക് നല്ല സ്പൈസി ബീഫ് റോസ്റ്റാണ് വേണമെങ്കിൽ വറ്റൽമുളകും പച്ചമുളകും ഈ സമയത്ത് ചേർക്കാം. ഒരു 2-3 എണ്ണം. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവോള വഴണ്ട് വരാൻ കുറച്ച് സമയമെടുക്കും. ഒരു 10-15 മിനിറ്റ് എടുക്കും നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ. സവോള നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഫുൾ മുഴുവനായിട്ടുള്ള കായം ഉണ്ടെങ്കിൽ, കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവയെല്ലാം കൂടെ ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റുക. പിന്നീട് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. നന്നായിട്ട് ബീഫ് മസാല മിക്സിൽ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ ബീഫ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ബീഫ് നമ്മൾ ഡയറക്റ്റ് പാനിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്, പ്രഷർ കുക്കറിലല്ല. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെയും ബർണർ അനുസരിച്ച്. ഗ്യാസ് ഫ്ലെയിം ആണെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും. കോയിലാണെങ്കിൽ എൻ്റേത് കോയിലാണ്. 1 മണിക്കൂർ 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ എടുത്തു ഒന്ന് നന്നായിട്ട് ഫുള്ളായി കുക്കായി വരാൻ. ഗ്ലാസ് ടോപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസം വരുമായിരിക്കും. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തായി, കുക്കായോ എന്നറിയാൻ. ആ സമയത്ത് ഉപ്പും ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക. വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 മണിക്കൂറിന് ശേഷം ഗ്രേവി എല്ലാം പറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കുക്കാവാനുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പെരുംജീരകം 1 ടീസ്പൂൺ ചേർത്തു. ഗരം മസാല ഒരു 2 ടീസ്പൂൺ,
ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവി എല്ലാം പറ്റി. ഒന്നും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. ആ ചൂടിലിരുന്ന് ബീഫ് നന്നായിട്ടൊന്ന് മസാലയെല്ലാം ശരിക്കും ഒന്ന് പിടിക്കും. അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സമയം കൂടുന്തോറും ബീഫിൻ്റെ കളർ ഇങ്ങനെ നന്നായിട്ട് ഇരുണ്ട് വന്നുകൊണ്ടിരിക്കും. ചൂടുള്ള പാത്രത്തിലിരുന്ന് അതങ്ങനെ റെഡി ആവുന്നതാണ്. നല്ല റോസ്റ്റ് ആവുന്നുണ്ട്. ഇരിക്കും തോറും ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഇത്രയും കളർ വേരിയേഷൻ വരും. ഇങ്ങനെ ഒന്ന് ബീഫ് റോസ്റ്റ് ഡയറക്റ്റ് ഒന്ന് പാനിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനിത് പിറ്റേ ദിവസം എടുത്ത ഫോട്ടോയാണ്. അതിൻ്റെ കളർ കണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.